അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ട്. ആരും സഹായിക്കാനില്ലാതെ നമ്മൾ ഒറ്റപ്പെട്ട് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മുടെ കൂട്ടിനുണ്ടാവുക. ജോലി ശരിയാവാതിരിക്കുക, ഒരുപാട് കല്യാണ അന്വേഷണങ്ങൾ നടന്നു, പക്ഷെ ഒന്നും ശരിയായില്ല. ഒരുപാട് ജോലി അന്വേഷിച്ചു, ഒരു ജോലിയും ശരിയായില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിന്നുപോയി. അങ്ങനെ ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന സമയത്ത്, എല്ലാം നഷ്ടപ്പെട്ട് കുടുംബവും നാടും പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും എന്തിന് കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ പട്ടിണി കിടന്ന് അവശനായി യാത്ര ചെയ്ത് ക്ഷീണിച്ച് എന്നിട്ട് പോലും ഒന്നുമില്ലാത്ത അവസരത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകി എന്നതാണ് ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ഖസസിലാണ് ഈ ആയത്ത് പറയുന്നത്. ഈ ആയത്ത് പറയുന്നത് ഇങ്ങനെയാണ്: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ, അല്ലാഹുവേ, നീ എന്നിൽ എന്തിറക്കിയാലും മിൻ ഖൈരിൻ ഫഖീർ, നന്മയിൽ നിന്ന് നീ എന്തിറക്കിയാലും ഞാൻ അതിൽ ആവശ്യമുള്ളവനാണ് എന്നാണ് മൂസാ നബി പറയുന്നത്. ഈ ചോദ്യത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെ സൈന്യത്തിന്റെ, ഫറോവയുടെ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് മദീന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന ഒരു കഥ നമുക്കറിയുന്നതാണ്. ഈ സമയത്ത് അവിടെ വെള്ളം കൊടുക്കുന്ന ഒരു കിണറിൽ നിന്ന് കുറെ ആളുകൾ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോ വെള്ളം എടുക്കാൻ കഴിയാതെ കുറച്ച് സ്ത്രീകൾ അവിടെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ സഹായിക്കുന്ന ഒരു ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ സമയത്ത് നമ്മൾ അവരെ മൂസാ നബി അലൈഹിസ്സലാം സഹായിക്കുന്നുണ്ടെങ്കിലും മൂസാ നബി ഏറ്റവും കൂടുതൽ സഹായത്തിന് ആവശ്യമുള്ള സമയമായിരുന്നു അത്. കാരണം നാട് വിട്ടു വന്നതാണ്, ഭക്ഷണമില്ല, വീടില്ല, വസ്ത്രമില്ല, ഉറ്റവരില്ല, ഉടയവരില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാതെ നിൽക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം ഏതോ ഒരു നാട്ടിലെത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെ സഹായിക്കാൻ ആരും ഉണ്ട് എന്നൊരു ഉറപ്പുമില്ല, ആരെങ്കിലും സഹായിക്കുമോ എന്നറിയില്ല. ഇങ്ങനെ വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ വെള്ളം കാത്തു നിന്ന സ്ത്രീകൾക്ക് വെള്ളമെടുത്തു കൊടുത്ത് മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പതുക്കെ പോയിട്ടൊരു തണലില്ല, നല്ല കൊടിയ വെയിലുള്ള സമയത്ത് ഒരു ചെറിയ തണലുള്ള മരത്തിന്റെ ചുവട്ടിൽ പോയിട്ടിരുന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്: അല്ലാഹുവേ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലേ? മൂസാ നബി ചോദിക്കുകയാണ്, പടച്ചോനെ, എന്ത് തന്നാലും ഞാനിപ്പോൾ അതിന് ആവശ്യക്കാരനാണ്. വെള്ളമാണോ തരുന്നത്? ഞാൻ അതിന് ആവശ്യക്കാരനാണ്. ജോലി വേണം, കുടുംബം വേണം, മക്കള് വേണം, താമസിക്കാൻ ഒരു ഇടം വേണം, ഒന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം സമ്പൂർണ്ണ ദരിദ്രനായി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് ഒരു മരത്തിന്റെ തണലിലിരുന്നു കൊണ്ട്. എന്നിട്ട് എന്താണ് ചരിത്രം പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിൽ താമസം കിട്ടി. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, സമ്പത്ത് ലഭിക്കുന്നു, ജോലി ലഭിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചതൊക്കെ ആരോരുമില്ലാത്ത ഒരു നാട്ടിലെത്തപ്പെട്ടപ്പോഴും അല്ലാഹു സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു.
ആരും സഹായിക്കാനില്ല എന്ന് തോന്നിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചു. റബ്ബ് ഉത്തരം കൊടുത്തു. ആ ചോദ്യമാണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലേ? എന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഈ ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ ഒരു രൂപമുണ്ട്. പടച്ചോനെ, എനിക്ക് ജോലി വേണം, എനിക്ക് മക്കൾ വേണം, എനിക്ക് കുടുംബം വേണം, എനിക്ക് പൈസ വേണം എന്നല്ല മൂസാ നബി ചോദിക്കുന്നത്. അല്ലാ, നീ എന്ത് നന്മയാണോ ഇറക്കുന്നത് ആ നന്മക്ക് ഞാൻ ആവശ്യക്കാരനാണ് അല്ലാ. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ഉത്തരം കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജോലിയില്ലാതെ ജോലി അന്വേഷിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ദുആ ഒന്ന് ചെയ്തു നോക്കൂ, ഈ ദുആ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. കല്യാണം ശരിയാകുന്നില്ലേ? ദുആ ചെയ്തു നോക്കൂ. സാമ്പത്തിക വരുമാനമില്ലേ? ദുആ ചെയ്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകട്ടെ.